എല്ലാവർക്കും ഹായ്. 2026 ആദ്യത്തെ മലയാള തിയേറ്റർ സിനിമാനുഭവം ചത്ത പച്ച. സംവിധാനം അദ്വൈത് നായർ. ഇന്ന് കണ്ടു. സിനിമ ദിവസങ്ങൾക്ക് മുമ്പേ എനിക്ക് അറിയാമായിരുന്നു. ഞാൻ മാസങ്ങളായി വെയിറ്റിംഗ് ആയിരുന്നു. ദിവസങ്ങൾക്ക് മുമ്പ് ബുക്കിംഗ് തുടങ്ങിയപ്പോൾ തന്നെ തിയേറ്ററിൽ വളരെ കുറച്ച് സീറ്റുകൾ മാത്രമേ ഒക്കുപ്പൈ ആയിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് രാവിലെ ഫസ്റ്റ് ഷോ ഓടിയപ്പോൾ സിനിമയ്ക്ക് നല്ല പ്രതികരണങ്ങൾ കിട്ടി. അതുകൊണ്ട് ഇന്ന് ഏതാണ്ട് ഒരു 80% തിയേറ്റർ ഫില്ലായാണ് ഇരുന്നത് ഈ ഇന്ന് 6 മണിക്കുള്ള ഷോയ്ക്ക്. അപ്പോൾ സിനിമ കണ്ടു. സിനിമ എനിക്ക് സ്പെഷ്യലായി തോന്നാൻ കാരണം ഓരോരോ സ്റ്റേറ്റിലും അതിൻ്റെതായ ഫേമസ് ആയിട്ടുള്ള ഫിലിം കമ്പനീസാണ് സിനിമ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ എടുത്തിട്ടുള്ളത്. മലയാളത്തിൽ വേഫെയർ, തെലുങ്കിൽ ആദിത്യ, ഹിന്ദിയിൽ ധർമ്മ പ്രൊഡക്ഷൻസ്, ടി സീരീസ് ഇവരൊക്കെ കൈവച്ചിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ എന്തെങ്കിലും ഗ്രാൻഡായിട്ട് ഇന്ന് വരെ ഒരു സിനിമ ഇത്രത്തോളം വലിയൊരു ബാനറിൽ ഇറങ്ങി ഞാൻ കണ്ടിട്ടില്ല. എല്ലാ ലാംഗ്വേജിലും, ഇന്ത്യയിൽ ഓൾ ഓവർ ഇന്ത്യ. അപ്പോൾ പക്ഷേ അഭിനേതാക്കളാരൊക്കെയെന്ന് ചോദിച്ചാൽ നമ്മുടെ പുതിയ പയ്യന്മാരാണ്. നമ്മുടെ അർജുൻ അശോകൻ, നമ്മുടെ വൈശാഖ് നായർ, പിന്നെ നമ്മുടെ റോഷൻ മാത്യു, പിന്നെ ക്യാമിയോ റോളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മമ്മൂട്ടിയുടെ ക്യാമിയോ റോൾ ഉണ്ട് എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അത് ഒരു സ്പോയിലർ ഒന്നുമല്ല, നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതെല്ലാം കൊണ്ടും സിനിമ ഒരു കുറച്ച് സ്പെഷ്യലായിട്ട് നീക്കിയായിരുന്നു. അങ്ങനെ ഇന്ന് കണ്ടു. നല്ല പ്രതീക്ഷയായിരുന്നു. മൊത്തം ചത്ത പച്ച, ദ റിംഗ് ഓഫ് റൗഡീസ് എന്നാണ് അതിന്റെ ടോട്ടൽ നെയിം. ഒരു ഫൈറ്റുമായി ബന്ധപ്പെട്ട സിനിമയാണ്. ഒരു ബോക്സിംഗ് അല്ല റെസ്ലിംഗുമായി ബന്ധപ്പെട്ട ഒരു കാറ്റഗറിയാണ്. അപ്പോൾ സിനിമ ഗ്രാൻഡ് ആണെന്നറിയാം. അങ്ങനെ വലിയ നല്ല പ്രതീക്ഷയിലാണ് സിനിമ പോയി കണ്ടത്. സിനിമ കണ്ടു. ഏതാണ്ട് ഒരു 10-15 മിനിറ്റ് ആയപ്പോൾ തന്നെ എനിക്ക് ഏതാണ്ട് ഒരു ധാരണ കിട്ടി. പടം ഒരു കാട്ടിക്കൂട്ട് പടമാണ് എന്നൊരു തോന്നൽ എനിക്ക് മനസ്സിലായി. അങ്ങോട്ടും ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെ പോകുന്നത്. സ്റ്റണ്ട് ഭയങ്കരമാണെന്നൊക്കെ പറഞ്ഞു. ആദ്യത്തെ കുറച്ച് സമയത്തിനകത്ത് തന്നെ എനിക്ക് ആ സ്റ്റണ്ടിന്റെ അകത്തുള്ള 1-2 പരിപാടികളൊക്കെ മനസ്സിലായി. സ്റ്റണ്ട് അത്ര ക്ലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വെൽ മെയ്ഡ് സ്റ്റണ്ട് അല്ല എന്നെനിക്ക് മനസ്സിലായി. കാട്ടിക്കൂട്ട് സ്റ്റണ്ടാണ്. ക്യാമറയുടെ ട്രിക്ക് വെച്ചും എഡിറ്റിങ്ങിന്റെ ട്രിക്ക് വെച്ചും ആളുകളെ പറ്റിക്കുന്ന രീതിയിലുള്ള ഒരു തരം സ്റ്റണ്ട് മേക്കിംഗ് ഉണ്ട്. ആ പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായി. സിനിമ കണ്ടു തുടങ്ങി. ഒരു സിനിമ എന്നുള്ള രീതിയിൽ മൊത്തത്തിൽ പറയാം, സിനിമ ടോട്ടലി ഒരു പാഴ് പടമാണ്. ഒന്നും അല്ലെങ്കിൽ ഒരു വേസ്റ്റ് മൂവി എന്ന് തന്നെ പറയാം. ഇതും എനിക്ക് നിരാശയാണ് തോന്നുന്നത്. ന്യൂജൻ സിനിമയാണ്, എനിക്ക് ഇഷ്ടപ്പെടില്ല എന്നൊക്കെ പറയാം. നമ്മൾ ന്യൂജൻ സിനിമകളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അടിപൊളി ന്യൂജൻ സിനിമകളൊക്കെ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. എല്ലാ തരത്തിലും സമ്മതിക്കാൻ പറ്റുന്ന അടിപൊളി ന്യൂജൻ സിനിമകൾ ഇറങ്ങുന്ന ഒരു കാലഘട്ടത്താണ്. പക്ഷെ ഇത് കൈവിട്ട ഒരു കളിയാണ്. മൊത്തത്തിൽ പതറിപ്പോയ അടുത്ത ഒരു പരീക്ഷണമാണ്. പിന്നെ സിനിമയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം 3 കാര്യങ്ങളാണ് എനിക്ക് പ്രധാനമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഏറ്റവും എടുത്തു പറഞ്ഞാൽ അതിൽ ഏറ്റവും പടം സ്പെഷ്യലായി നിൽക്കുന്നതിന്റെ ഫൈറ്റ് സീനുകൾ തന്നെയാണ്. 2 ഫൈറ്റ് സീൻസ് ആണ് പ്രധാനമായിട്ടുള്ളത്. ഇന്റർവെൽ സമയത്ത് ഒരു ഫൈറ്റ് സീൻ, ലാസ്റ്റ് എൻഡിങ് സമയത്ത് ഒരു ഫൈറ്റ്. രണ്ടിനും നല്ല ലെങ്ത് ഉള്ള ഫൈറ്റ് സീൻസ് ആണ്. ഇത് രണ്ടും ഞാൻ പറഞ്ഞല്ലോ ഒരു തരം കാട്ടിക്കൂട്ട് പരിപാടിയാണ്. ക്യാമറ ട്രിക്കുകളുണ്ട്, പിന്നെ BGM ഇട്ട് പഞ്ച് ആക്കാൻ നോക്കിയിട്ടുണ്ട്, പിന്നെ മൂവ്മെന്റ്സ്, മറ്റ് പരിപാടികൾ, പിന്നെ ഒരു കളറിങ്, ഇതെല്ലാം വെച്ചിട്ട് ഒരു 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 പറ്റിപ്പ് പരിപാടിയാണ് കാണിച്ചിരുന്നെങ്കിൽ ഇപ്പോഴും ടോട്ടൽ ആ ഫൈറ്റ് തരുന്ന ഇമ്പാക്ട് കിടിലോ. അത് ഇന്റർവെൽ ഫൈറ്റ് ആയാലും ക്ലൈമാക്സ് ഫൈറ്റ് ആയാലും ഭയങ്കരമായ ഇമ്പാക്ട് ആണ് തരുന്നത്. അത് ഒന്നാമത്തെ കാര്യം. ഫൈറ്റ് തന്നെയാണ് ഈ സിനിമയിൽ ഏറ്റവും സ്പെഷ്യലായി നിൽക്കുന്ന കാര്യം. അല്ലാതെ വേറെ ഒന്നും പറയണ്ട. 2 ഫൈറ്റുകൾ കിടിലമായിരുന്നു. എല്ലാം നല്ലൊരു ഇമ്പാക്ട് നമുക്ക് കിട്ടും. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയുടെ ഇൻട്രോ ഒരു മൊമെന്റ് ഉണ്ട്. ആ മൊമെന്റ് എത്ര നിശ്ചലമായിരുന്നാലും നമ്മൾ അറിയാതെ കൈയടിച്ചു പോകുന്ന ഒരു മൊമെന്റ് ഉണ്ട്. മൊമെന്റ് മീൻസ് ഒരു നിമിഷം. മമ്മൂട്ടിയുടെ എൻട്രി വരുന്ന ഒരു സീനുണ്ട്, ഒരു മൊമെന്റ്, ഒരു നിമിഷം. ആ നിമിഷം കിടിലമാണ്. എന്തൊക്കെ പറഞ്ഞാലും അത് ഭയങ്കര സമ്മതിച്ചേ പറ്റൂ. അത് ആർക്കായാലും ഒരു ചെറിയ രോമാഞ്ചവും ഒന്ന് അറിയാതെ കൈയടിച്ചു പോകും. അങ്ങനത്തെ കിടിലമായിട്ടുള്ള ഒരു സാധനമാണ്. ഇനി മൂന്നാമത്, ആ സിനിമയിൽ ഇത്രയും താരങ്ങൾ നിരന്ന് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇവരെല്ലാം കടത്തി വെട്ടിക്കൊണ്ട് അടിപൊളിയായിട്ട് അഭിനയിച്ച ഒരു കൊച്ചു മോളാണ്, ഒരു കൊച്ചു പെൺകുട്ടി. അത് നമ്മൾ ഇതുവരെ ഒരിടത്തും കണ്ടിട്ടില്ല. പുള്ളിക്കാരിയുടെ അഭിനയം സൂപ്പറായിട്ടുണ്ട്. ചുറ്റുപാട് നിൽക്കുന്ന കിഴങ്ങന്മാർ പോലും തോറ്റുപോകുന്ന രീതിയിലുള്ള അത്യുഗ്രനായിട്ടുള്ള ഒരു പ്രകടനം. ആ സിനിമ കണ്ടിട്ട് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ആ കൊച്ചുകുട്ടിയാണ്. അത് എന്തൊക്കെ പറഞ്ഞാലും അത് എവിടെ നിന്ന് ആ കുട്ടിയെ കെട്ടിയെന്നറിയില്ല. അടിപൊളിയായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്കെന്നല്ല, ഞാൻ 1-2 പേരോട് സംസാരിച്ചു. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും. നല്ലൊരു ഒരു കൊച്ചുമോൾ അവിടെ നിന്ന് കിട്ടി. അടിപൊളിയായിരുന്നു. നല്ല കഴിവുള്ള ഒരു കുട്ടി. എല്ലാതരം ഇമോഷനും അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലം. കാണാനും ക്യൂട്ടാണ്, പെർഫോമൻസും അടിപൊളിയാണ്. ഇങ്ങനെ 3 കാര്യങ്ങളാണ് എനിക്ക് സിനിമയിൽ സ്പെഷ്യലായിട്ട് തോന്നിയത്. ഇനി എടുത്തു പറഞ്ഞാൽ തിരക്കഥ, സംഭാഷണം വളരെ വളരെ മോശം എന്ന് തന്നെ പറയാം. ഒരു 5ാം ക്ലാസ് കുട്ടിയുടെ നിലവാരം, ഒരു 5ാം ക്ലാസ് കുട്ടി എഴുതിയതിന്റെ നിലവാരം പോലും ഇല്ലാത്ത വളരെ മോശമായ
കഥ, തിരക്കഥ, സംഭാഷണം, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇനി പ്രകടനം, അർജുൻ അശോകൻ പ്രത്യേകിച്ച് ഒന്നുമില്ലെന്നല്ല, എനിക്ക് പറഞ്ഞാൽ ഇതിൽ ആരെയും അഭിനയങ്ങൾ എനിക്ക് അത്ര ഇതായിട്ട് തോന്നില്ല. ഞാൻ നേരത്തെ ഒരു കൊച്ചുമോളുടെ കാര്യം പറഞ്ഞു, അതൊഴികെ ഒരൊറ്റ വ്യക്തികൾ നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാം തനി നാടകീയമായ, ഒട്ടും എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത രീതിയിലുള്ള അഭിനയമാണ് എല്ലാവരും കാഴ്ചവെച്ചിരിക്കുന്നത്. പിന്നെ കാസ്റ്റിംഗ് വളരെ മോശമാണ്. ദ റിംഗ് ഓഫ് റൗഡീസ്, ഗുണ്ടകൾ, ഭയങ്കര സംഭവങ്ങളാണ്, ബോക്സ് റെസ്ലിംഗിന്റെ എക്സ്പെർട്ടുകളാണെന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിച്ചിരിക്കുന്നവരെല്ലാം ഊതിയാൽ പറന്നു പോകുന്ന വലിപ്പമുള്ള ഇത്തരത്തിലുള്ള ആളുകളാണ്. ഒരു ബോഡി പോലും ഒന്ന് ബിൽഡപ്പ് ചെയ്ത് സിനിമയ്ക്ക് വേണ്ടി ഒരു ഡെഡിക്കേഷൻ കാണിച്ച് ബോഡിക്ക് പോലും ഒരു ട്രാൻസ്ഫോർമേഷൻ വരുത്താൻ പറ്റാത്ത കുറച്ച് നടന്മാരായിപ്പോയി. എന്ത് കഷ്ടമാണ്. അർജുൻ അശോകനും ഇത്രയേ ഉള്ളൂ. വൈശാഖ് നായർ, റോഷൻ അതിൽ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു റോളാണ്. റോഷനെയൊക്കെ കണ്ട നമ്മുടെ ഏണി ജാരി വെച്ച പോലെ ഇരിക്കും. എന്താ പറയുക, ഞാൻ ബോഡി ഷെയിം നടത്തുന്നതല്ല, ഇങ്ങനെ ഒരു റോള് ചെയ്യാൻ കുറച്ചെങ്കിലും അവർ ബോഡി ട്രാൻസ്ഫോർമേഷൻ ചെയ്യേണ്ട ഒരു ഡെഡിക്കേഷൻ ഈ സിനിമയ്ക്ക് വേണ്ടി കാണിക്കണമായിരുന്നു. ആരും ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് കഥാത്തിന്റെ കഥാസംഭാഷണം, പിന്നെ ടെക്നിക്കൽ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ, സിനിമാറ്റോഗ്രാഫി, സ്റ്റണ്ടായാൽ പോലും അല്ലാത്തായാൽ പോലും ഒരു പ്രത്യേകതയും ഇല്ലാത്ത വളരെ നോർമലായിട്ടുള്ള ബിലോ ആവറേജ് ലെവലിൽ നിൽക്കുന്ന ഒരു സിനിമാറ്റോഗ്രാഫി. സത്യം പറഞ്ഞാൽ മൊത്തം തട്ടിക്കൂട്ട് പരിപാടിയാണ്. പക്ഷെ നമുക്കത് കണ്ടാൽ തോന്നത്തില്ല. അതിൽ അവർ വിജയിച്ചിട്ടുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ശങ്കർ എഷൻ റോയാണ് മ്യൂസിക് ഒക്കെ ചെയ്തിരിക്കുന്നത്, പാട്ടൊക്കെ ചെയ്തിരിക്കണം, ഒന്നും തോന്നിയില്ല പ്രത്യേകിച്ച്. പിന്നെ അതേപോലെ ബി ജി എം എന്ന് പറഞ്ഞാൽ അതിപ്രസരമാണ്, ഒരു ബഹളമാണ് സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. തുടങ്ങോട്ട് തീർന്ന വരെ ടോട്ടൽ ഒരു കോലാഹലം, ഒരു ബഹളം. സ്റ്റണ്ടൊക്കെ ആണെങ്കിൽ പറയണ്ട, മൊത്തത്തിലൊരു കോലാഹലമാണ്. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ആക്ഷൻ രംഗങ്ങളിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് മലയാള സിനിമ വളരെ 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 മുന്നിലാണ്. അതെന്തൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടതാണ്. നിങ്ങൾക്ക് അറിയാവുന്നതും അറിഞ്ഞൂടാത്തതുമായിട്ടുള്ള ഒരുപാട് സിനിമകൾ ആക്ഷനിൽ തകർത്ത് വാരിയിട്ടുണ്ട് ഇവിടെ. നമ്മളെ അജഗജാന്തരം മുതൽ എത്ര സിനിമകൾ, അത് ചില സിനിമകൾ മോശമാണെങ്കിൽ പോലും അതിലെ ചില ആക്ഷൻ സീൻസ് ഒക്കെ അത്യുഗ്രനാണ്. ഒന്നും പറയാനില്ല. റിയലിസ്റ്റിക് ആയാലും മാസായാലും ആക്ഷൻ പെർഫോമൻസിൽ മലയാളം ഇപ്പോൾ വേറെ ലെവലിൽ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന ഈ കാലത്ത് പോലും ഇതിന്റെ ആക്ഷൻ ഒന്നും വലിയൊരു ആക്ഷനായിട്ട് ഞാൻ പറയുന്നില്ല. മൊത്തം എഡിറ്റിങ്ങും ഇങ്ങനെ കട്ടുകൾ ചെയ്തുമുള്ള ആക്ഷൻ ഷോട്ടുകളാണ്. എല്ലാം കൂടെ ചേർത്ത് വെച്ച് കുറെ BGM ഒക്കെ ഇട്ട് കുറെ പൊടിയും കളറും ഒക്കെ വാരി തേച്ച് അലറി വിളിയും ബഹളവും എല്ലാം കൂടെ ആകുമ്പോൾ മൊത്തത്തിൽ ഒരു ഇമ്പാക്ട് കിട്ടും എന്നുള്ളത് യൂഷ്വലാണ്. അത് മാത്രമേ ഈ സിനിമയ്ക്കകത്തുള്ളൂ. പ്രത്യേകിച്ച് ഒരു സിനിമ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ചത്ത പച്ച കണ്ട് ചത്ത അവസ്ഥ തന്നെയായിരുന്നു എനിക്ക്. അപ്പോൾ ഒരു തരത്തിലും കുടുംബ പ്രേക്ഷകർക്ക് പറ്റിയ ഒരു സിനിമയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് സ്ത്രീ പ്രേക്ഷകർക്ക് ഒരു തരത്തിലും പറ്റുന്ന ഒരു സിനിമയല്ല. പയ്യന്മാർക്ക് മാത്രം, അതും ന്യൂജൻ പയ്യന്മാർക്ക്, അല്ലെങ്കിൽ അടിപൊളി വിരിവിരിപ്പുള്ള ചില പയ്യന്മാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ്. അത് മാത്രമാണ് ചത്ത പച്ച.